സമാധാനം എപ്പോഴാ കൂടുതൽ? ഇപ്പോഴാണോ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ടൈമിലായിരുന്നോ കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റിയത്, ഒരു ഫാമിലി ലൈഫിൽ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് സമാധാനം? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും വലിയ കുഴപ്പമൊന്നും ഇപ്പല്ല. പിന്നെ എപ്പോഴും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ എപ്പോഴും അതുണ്ടാവുമല്ലോ. ഞാൻ അതല്ല ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പൊ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ എല്ലാരും പറയുമല്ലോ റിയൽ ലൈഫും റിയൽ ലൈഫും ഡിഫറെന്റ് ആണെന്നൊക്കെ. അപ്പൊ നമ്മൾ വീട്ടിലെ കണ്ടന്റ്സ് ഒക്കെ ഇങ്ങനെ ഇടുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുമല്ലോ. കാരണം വീട്ടിലാകുമ്പോൾ റോ ആണ്, എന്തെങ്കിലും അറിയാണ്ടൊക്കെ പുറത്ത് പോകും, കുറച്ചുകൂടെ നമ്മൾ കോൺഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇപ്പോഴാണോ അപ്പോഴാണോ ഇച്ചിരി കൂടെ സമാധാനം ലൈഫിന്, കുറച്ചുകൂടെ ഹാപ്പിനെസ് ലൈഫിന്? അതായത് റീലും നല്ല മാറ്റമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് വലിയ കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് പോണത് ഇപ്പോഴാണ്. ആദ്യം പറഞ്ഞാൽ എന്താ, എന്ത് പറഞ്ഞാലും നമ്മളതൊരു വീഡിയോ ഇറന്നു, അത് ഞാൻ അവളും തമ്മിൽ അതിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതായത് ഇപ്പൊ വൈകുന്നേരത്തെ 7 മണിക്ക് വീഡിയോ ഇടണം. അപ്പൊ ചില സമയത്ത് ഞാൻ അവിടെ ഇല്ലെങ്കിൽ അവളുടെ അടുത്ത് എടുക്കാൻ പറയും ഞാന്. അപ്പൊ അവളത് എടുക്കില്ല. അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ അവളും പാടെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ പെങ്ങളാണെങ്കിൽ പോയിട്ട് പെങ്ങള് ഞാനും പാടെ അതിനെ പറ്റി അടി ഉണ്ടാവും. പിന്നെ പറയില്ല, ഇപ്പൊ യൂട്യൂബ് എന്നുള്ള സംഗതി ഞങ്ങൾ ഇതെന്താണ് മാറ്റി വെച്ചപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഞാൻ മാത്രം വീഡിയോസ് ചെയ്ത് അല്ലെങ്കിൽ പറയില്ല ആ ഇതായിട്ട് ഇങ്ങനെ മുന്നിക്ക് പോകണം. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ അടിപൊളിയായിട്ട് തന്നെ പോകണം. അമ്മേനെയൊക്കെ നിങ്ങൾ കുറെ പ്രാങ്ക് ഒക്കെ കൊടുത്തിട്ടില്ലേ ഇടയ്ക്കൊക്കെ? അയ്യോ, പ്രാങ്ക് ഇഷ്ടം പോലെ. ഞങ്ങൾ ആ ഒരു സമയത്ത് പറഞ്ഞാൽ പെട്ടെന്ന് ആ സമയം പറഞ്ഞ എല്ലാവർക്കും റീച്ച് കിട്ടാൻ പെട്ടെന്ന് അടിപൊളി പ്രാങ്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു പ്രാങ്കിന്റെ പരിപാടി തന്നെ ഒരു സമയത്ത് ഫുള്ള്. അമ്മയുടെ അടുത്ത് ഏറ്റവും തല്ല് കിട്ടിയ പ്രാങ്ക് ഏതാ ഓർമ്മയുണ്ട്? അത് മറ്റേ ഞാനൊരു വേറൊരു കോള് വിളിക്കുന്ന പോലെ കാട്ടിയിട്ട് ആദ്യം അവള് വന്ന് എന്നെ തല്ലിടും. പിന്നെ അതിൽ അമ്മ അവളൊപ്പം നിന്നിട്ട് എന്നെ തല്ലിടും. ആദ്യം വീട്ടിൽ മേമ ഉണ്ടായിരുന്നു. അപ്പൊ മേമ ഇപ്പൊ മാരേജ് കഴിഞ്ഞ് പോയി. അപ്പൊ ആ ഒരു സമയത്ത് മേമ ഉണ്ടാവുന്ന വീട്ടില് അതിനാ തോന്നുന്നു എനിക്ക് എപ്പോഴും അടിയിട്ടാറുണ്ട്. അതായത് ഇവര് പ്രാങ്കിൽ കാണിക്കുമ്പോ അമ്മ അപ്പ അവളൊപ്പം നിന്നിട്ട് ഇന്നെ തല്ലുക, മറ്റേ എന്നോട് പ്രശ്നം ഉണ്ടാക്കുക, അങ്ങനെയാണ്. പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അതന്നെയാണോ അമ്മ ഏറ്റവും ദേഷ്യം വന്ന പ്രാങ്ക്? അതന്നെ, ആ റൂമിൽ അടിച്ചത്. അതെ, നല്ലത് കൊടുത്തോന്ന്. അതാണ് ഏറ്റവും വലിയ പ്രാങ്ക്. അപ്പൊ ഇപ്പൊ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക അല്ലെ? ഇപ്പൊ പോണോ അല്ലേ? പോണം, 11:30 തുടങ്ങും പറഞ്ഞു. അപ്പോഴേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയുടെ കാര്യം നടക്കട്ടെ, നമുക്ക് അപ്പൊ കണ്ടിന്യൂ അല്ലേ? ഓക്കെ. അപ്പൊ അമ്മ പോയി. ചേട്ടാ, ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾ ഒരു പുതിയ വീടൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്ത് പറ്റി പിന്നെ ആ വീടൊക്കെ? ആ വീട് ചെറുതായിട്ടൊന്ന് വിറ്റു. വേറൊന്നുമില്ല, ആ വീട് ഇപ്പൊ അതങ്ങട്ടെ മറ്റേ കറക്റ്റായിട്ട് മുന്നിൽ കുറെ കാര്യങ്ങൾ പോകണമെന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ആ വീട് വിൽക്കേണ്ട ആളെ വിറ്റിട്ട് പിന്നെ വേറെ വീട് വാങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ രാശി അതിനകത്തൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണോ? അത് അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇതാണ്. എനിക്ക് ഇങ്ങനെ ആദ്യം ഈ ഒരു ദൈവത്തില് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കാരണം നമ്മള് പരക്കുണ്ടായിട്ട് കിടക്കാണ്. കാരണം ഒരിക്കലും അത് ഒരു നല്ല സമയം ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. എന്ത് ചെയ്തിട്ട് ലൈഫിൽ ഒരു ഇതില്ല എന്നുള്ള? അല്ല, ഞാൻ ആ സമയത്ത് ഗൾഫിക്ക് പോകാനൊക്കെ വിസ നോക്കുക, പക്ഷെ വിസ കിട്ടണമെന്നില്ല, എങ്ങനെ ഒരു കാര്യം നടക്കണമെന്നില്ല. പിന്നെ വരില്ല. പിന്നെ നമ്മളെ എന്റെ കൈക്ക് പൈസ വരുമ്പോ തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിലൊരു വിശ്വാസം ആവാൻ തുടങ്ങിയത്. ഇപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകും. പിന്നെ അമ്മയൊക്കെ ഭയങ്കര ഇതായി. പിന്നെ എനിക്ക് ആ വീടും ചെറിയൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ഐശ്വര്യം, ഒരു കമ്മി പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അങ്ങനെ പറഞ്ഞു നമുക്ക് വീട് പറഞ്ഞ ഞാൻ എടുത്ത് ചാടി വാങ്ങിയതാ, അല്ല ഞാൻ ഇപ്പൊ എന്താ ചെയ്യുമ്പോ അമ്മയുടെ അടുത്ത് നിന്ന് ആദ്യം ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യുള്ളൂ. അപ്പൊ ആ സമയത്ത് തന്നെ പെട്ടെന്ന് അന്ന് അമ്മയുടെ അടുത്ത് അമ്മ ആ വീടിനെ പെട്ടെന്ന് കാണാം. അത് അന്ന് ഞാൻ പറയും യൂട്യൂബിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ആ യൂട്യൂബില് ബൈക്കിന്റെ പ്രശ്നം, വീടിന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പെട്ടെന്ന് വാങ്ങിയ വീടാണത്. വീട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അമ്മടുത്ത് ചോദിച്ചപ്പോ അന്ന് തന്നെ അമ്മ പറഞ്ഞു ആ വീട് വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് എടുത്ത് ചാടിയിട്ട് വീട് വാങ്ങിയതാണ്. പിന്നെ അതങ്ങോട്ട് എനിക്കൊരു മൊത്തത്തിൽ എനിക്കൊരു നഗടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ആ വീട് വിൽക്കാന്ന് വിചാരിച്ചിട്ട് അതവിടെ വീട് വിറ്റു. പിന്നെ ഞങ്ങൾ ഇവിടെ വീട് വാങ്ങി. പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഹാപ്പിയാണ്. പിന്നെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ കുറച്ചാണ് നിർത്തി. ഇതൊരു സ്വപ്നമായിരുന്നു, ഇങ്ങനെ കുറെ കാസ് ഇങ്ങനെ നിർത്തിയിടണം, ഒരു ഗ്യാരേജ് സെറ്റപ്പ് പോലെ ചെയ്യണം. ഇത് വേറെ ആളെ സ്ഥലമായിരുന്നു. അപ്പൊ എനിക്ക് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതാവണം എന്നുള്ളതുകൊണ്ട് ആ വണ്ടി വാങ്ങി. ആദ്യത്തെ സ്വിഫ്റ്റ് മാത്രമാണ്, അപ്പൊ അത് ഞാൻ അവിടെ ഇട്ടായിരുന്നേ. പിന്നെ എല്ലാരും എല്ലാ വണ്ടി വാങ്ങണ ആളെ അല്ല, എല്ലാവരും വണ്ടി പ്രാന്തന്റെ ആഗ്രഹമായിരിക്കും. വീടിന്റെ സിറ്റ് ഔട്ട് തന്നെ നോക്കുമ്പോ മുറ്റത്ത് വണ്ടി നിരന്ന് കിടക്കുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹമായിരിക്കും. എനിക്കും ഒരാഗ്രഹം. അപ്പൊ ഈ ഒരു സ്ഥലം അങ്ങനെ വാങ്ങിയിട്ട് പിന്നെ ഞാൻ വണ്ടി നിർത്തേണ്ട രീതിക്ക് തന്നെ ഇവിടെ ഇങ്ങനെ ആക്കി നേരെ കറക്റ്റ് ആയിട്ട് ഇട്ടു. എനിക്ക് അവിടെ നിന്ന് നോക്കുമ്പോ തന്നെ രാവിലെ എണീറ്റ നേരെ തന്നെ നോക്കുമ്പോ വണ്ടി കിടക്കണം അങ്ങനെ കാണാം. ഒരു സന്തോഷം മനസ്സിന്, അതല്ല എന്തെങ്കിലും ഒരു പ്രൈസ് കൊണ്ടേ. കുറെ കൂടെ വണ്ടിയൊക്കെ വന്ന് കൂടട്ടെ ഇങ്ങോട്ട്. അതെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത വർഷം ആവട്ടെ, എടുക്കണം, ഓരോന്നോരോന്ന് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഒരു വലിയൊരു കളക്ഷൻ തന്നെ ആവട്ടെ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂട്യൂബിൽ നിന്നൊക്കെ അധികം വീഡിയോസ് ഇടാതിരുന്നിട്ട് പോലും
പലരും നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അത് റിലേറ്റഡ് ഒന്നുമില്ല, പക്ഷെ വേറെ ആളുകളൊക്കെ വീണ്ടും അപ്പൊ നിങ്ങൾ അതിന് റിപ്ലൈ ആയിട്ടൊക്കെ വീഡിയോസ് കൊടുക്കുന്നുണ്ട്, ചില വീഡിയോ ഒക്കെ ഇടുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു പൊന്നൂസിനെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ട് അതും ഇതേപോലെ എന്റെ ഒരു ഫ്രണ്ടാണ്, എനിക്ക് അതിനെ പറ്റി അറിയില്ല, പറഞ്ഞോന്ന് അറിയില്ല. ഒരു പെൺകുട്ടി ഉണ്ട്, ആ പെൺകുട്ടിയുടെ അടുത്ത് അവൻ എന്തോ ഇവളെ പറ്റിയിട്ടും വേറെ കുറച്ച് യൂട്യൂബേഴ്സിനെ പറ്റിയിട്ടും മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഒരാള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മെസ്സേജ് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതിനെ പറ്റിയിട്ട്. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കറക്റ്റ് ആ കുട്ടിക്ക് മെസ്സേജ് അയക്കണതും ആ കുട്ടിക്ക് വിളിക്കണമൊക്കെ കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ ഞാൻ എന്റെ ചാനലിൽ പോസ്റ്റ് ആക്കിയിട്ടാണ് വന്നത്. ആ കുട്ടി പറയണത് മറ്റേ 3 വർഷം മുന്നേ മെസ്സേജ് അയച്ച കാര്യമാണെന്നൊക്കെയാണ് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇപ്പൊ അവര് തമ്മിൽ എന്തോ ഇഷ്യൂ ആയി പിരിഞ്ഞപ്പോ മറ്റേ ആ കുട്ടി പോയിട്ട് ഇപ്പോ അവന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവ എങ്ങനെയായിരുന്നു എന്ന്. അപ്പൊ അത് 3 വർഷം മുന്നേ 2 വർഷം മുന്നുള്ള കാര്യം ഇപ്പൊ പോയി പറയേണ്ട ആവശ്യം അവർക്കില്ല. പിന്നെ അതിന്റെ ബേസിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോ വേറൊരു യൂട്യൂബിലത്തെ ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നൊക്കെ പറയുകയോ ചെയ്തു, ഞാനും സംസാരിക്കുകയോ ചെയ്തു. പിന്നെ അവർ അതിന്റെ പേരിൽ അങ്ങനെ കേസ് കൊടുത്തു. പിന്നെ അതങ്ങനെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടോ ഞാൻ. ലേഡി നിങ്ങളുടെ എതിരായിട്ട് ഫസ്റ്റ് ടൈം ആണോ വീഡിയോ ഇടുന്നത്? എനിക്കവരറിയില്ല, എനിക്ക് അറിയുന്നില്ല. എനിക്ക് അന്ന് പൊന്നൂസാണ് മറ്റേ അവരുടെ വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചിരുന്നത്. നമ്മളെ പറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചിരുന്നത്. അന്നാണ് അവരെനിക്ക് അറിയണത്. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പിറ്റത്തെ ദിവസം അന്ന് രാത്രി തന്നെ തോന്നുന്നു അവരെനിക്ക് വിളിച്ചു, മറ്റേ എങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ കേസ് കൊടുക്കും അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്ത് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് തന്നെയായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടായത്. അവന്റെ 2 വർഷം 3 വർഷം മുന്നുള്ള കാര്യം നിങ്ങൾ എന്തിനു പറഞ്ഞു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ആ പോലീസുകാർ ആ കുട്ടിയുടെ അടുത്ത് തന്നെ പറഞ്ഞു. എന്റെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അവര് എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞ പ്രശ്നമാണെന്ന് ഞാൻ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് റെഡി ആയി. പിന്നെ അവരപ്പോ പറഞ്ഞു മറ്റേ വീഡിയോ ഒന്ന് പ്രൈവറ്റ് ആക്കിക്കളാം, ഡിലേ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അപ്പൊ ക്ലിയർ ആയില്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ആ വീഡിയോ അങ്ങനെ പ്രൈവറ്റ് ആക്കി അത് അവിടെ വിട്ടു. പക്ഷെ പിന്നെ ആ ഒരു സ്ത്രീ വീണ്ടും വീടിട്ട് തോന്നുന്നു. ഞാൻ പിന്നെ വരില്ല യൂട്യൂബിൽ അങ്ങനെ. എനിക്ക് പിന്നെ ഒന്നാമത് ഈ ഒരു നെഗറ്റീവ് കമന്റ് എന്നുള്ള സംഗതിയോട് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. ഇപ്പോ ട്രോള് വന്നാലും നെഗറ്റീവ് കമന്റ് എന്റെ ഫേസ്ബുക്കിലെ കമന്റ് ഒക്കെ എടുത്ത് നോക്കിയാണല്ലോ, അയ്യോ പെറ്റത്തള്ള സഹിക്കില്ല അങ്ങനത്തെ കമന്റ്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ഏൽക്കണില്ല, ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർ എനിക്ക് ഇപ്പോഴും ഓരോരുത്തരും മെസ്സേജ് അയക്കാറുണ്ട്, സുജന എങ്ങനെയാണ് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ട് തരണം ചെയ്ത് പിടിച്ചു നിൽക്കുന്നത്. അയ്യോ സത്യം, ഞാൻ ആ സമയത്ത് ബൈക്കിന്റെ പ്രശ്നം ഉണ്ടായ സമയത്തൊക്കെ എനിക്ക് കുറെ നെഗറ്റീവ് വന്ന സമയത്തൊക്കെ മറ്റേ ഇന്നന്ന് കുറെ ആൾക്കാർ സമാധാനിപ്പിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പറയാ അരുൺ സ്മോക്കിയൊക്കെ അന്ന് എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്തിനോട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, നെഗറ്റീവ് കമന്റ് ഒക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷെ പിന്നെ അതിപ്പോഴും ഞാൻ അങ്ങനെ ആയി മാറി. ഞാനിപ്പോ അത് അങ്ങനെ തിരിച്ച് മറ്റൊരിടത്ത് പറയും. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. നമ്മള് ഫുള്ള് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാല് നടക്കും. ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ ആൾക്കാർ കമന്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ആ രീതിക്കാണ്, ഞാൻ എന്റെ രീതി എന്താണോ അതങ്ങനെ ചെയ്തു പോകും. ആൾക്കാരെന്താ പറയണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കുറെ ആൾക്കാർക്ക് നമ്മൾ ഇഷ്ടമുണ്ട്, അതുപോലെ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് മൈൻഡ് കാണിക്കാറില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനായിട്ട് ഒരാളെയും മോശം പറയാനോ കുറ്റം പറയാനോ ഒന്നും ഞാൻ പോക്കില്ല.